എന്താണ് മുളാറബ? അതുപോലെ തന്നെ എന്തൊക്കെ നിബന്ധനകളാണ് പാലിക്കേണ്ടത്? ഈ മുളാറബ എന്ന് പറയുന്നത് സാമ്പത്തിക ഇടപാടുകളിൽ ഇസ്ലാമിൻ്റെ നീതി സങ്കല്പത്തെ ഉദാത്തമായി പ്രതിനിധീകരിക്കുന്ന ഒരു ഇടപാടാണ്. അത് ഞാൻ പറഞ്ഞുതരാം. മുളാറബക്ക് ഖിറാള് എന്നും ഫിഖ് ഗ്രന്ഥങ്ങൾ കാണാൻ 2 രൂപത്തിലും ഹദീസിലും അങ്ങനെ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഖിറാൾ ഹദീസ് ഗ്രന്ഥങ്ങളിലെ ചില റിപ്പോർട്ടുകളൊക്കെ അത് കാണാം. കടം കൊടുക്കുന്നതിന് എന്താ പറയുക? ഖറള് എന്ന്. ഖറളും ഖിറാളും തമ്മിൽ ഒരു അലിഫിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഒന്ന് ഹലാലും ഒന്ന് ഹറാമും. എങ്ങനെയാണ് ഈ അലിഫിൻ്റെ വ്യത്യാസം എങ്ങനെയെന്ന് ഞാൻ ഒരു ഉദാഹരണ സഹിതം പറഞ്ഞുതരാം. ഞാൻ നിങ്ങൾക്കൊരു 10,000 രൂപ നിങ്ങളോട് ഞാൻ കടം ചോദിച്ചു. ഞാൻ എന്തിനാന്ന് ചോദിച്ചു. ഞാൻ മീൻ കച്ചവടം ചെയ്യാനാണ്. അപ്പം ഞാൻ 10,000 രൂപക്ക് മീൻ കച്ചവടം ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് നിന്ന് 10,000 രൂപ കടം വാങ്ങിച്ചു. ഞാൻ മീൻ കച്ചവടം ചെയ്തു. 12,000 രൂപ എൻ്റെ കയ്യിലുണ്ട്. 2,000 രൂപ ലാഭം കിട്ടി. ഈ 2,000 ലാഭം കിട്ടിയത് എനിക്ക് എങ്ങനെയാണ്? നിങ്ങളുടെ പണം ഉപയോഗിച്ചത് കൊണ്ടാണ്. മൂലധനം എൻ്റെതായിരുന്നു. മൂലധനം നിങ്ങളുടേതാണ്, അധ്വാനം എൻ്റേതും. അഥവാ എൻ്റെ അധ്വാനം മാത്രമല്ല ഈ 2,000 ഉണ്ടാക്കുന്നതിന് കാരണമായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും ഈ 2,000-ൽ നിങ്ങൾക്കും ഒരു ഹക്കുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അതിൽ ഒരു പങ്കുമില്ല. ഈ മൂലധനം തന്ന് എന്നെ സഹായിച്ചു എന്നത് ഒഴിച്ച് നിർത്തിയാൽ വേറെ പങ്കൊന്നുമില്ല. എന്നാലും നിങ്ങൾക്കത് ഒരു ലാഭത്തിനൊരു അർഹതയില്ലേ എന്നൊരാൾക്ക് ചോദിക്കാം. നമ്മുടെ ഷെയറിലെ പോലെ തന്നെ. അതെ, അതല്ലേ അതിൻ്റെ നീതിയുടെ ഒരു വശം എന്നൊക്കെ സാധാരണക്കാരനെ ഒരാൾക്ക് ചിന്തിക്കാം. അപ്പോൾ ഇസ്ലാം പറയുന്നത് കുഴപ്പമില്ല, നിങ്ങൾക്ക് ആ ലാഭത്തിന് അർഹത ഉണ്ട് തന്നെയാണ്. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. ഇത് ലാഭമായപ്പോൾ മാത്രമാവരുത് നിങ്ങളുടെ ആ ചിന്ത. അത് ഇസ്ലാമിൻ്റെ എല്ലാറ്റിലും ഉള്ള. അതെ, ഞാൻ 10,000 രൂപ നിങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങിച്ച് മീൻ കച്ചവടം ചെയ്യാൻ വേണ്ടി മീൻ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഫുഡ് ഇൻസ്പെക്ടർമാർ വന്ന് നോക്കി മീനിൽ വിഷം, അത്തരം രാസപദാർത്ഥങ്ങളൊക്കെ കറങ്ങി എല്ലാം കൊണ്ടുപോയി വലിച്ചെറിയാൻ വേണ്ടി പറഞ്ഞു. നിങ്ങളുടെ അടുത്ത് വാങ്ങിച്ച 10,000 പോയി, എൻ്റെ അധ്വാനവും പോയി, ഞാൻ ഫൈനും അടക്കണം. അപ്പോൾ നിങ്ങളുടെ സമീപനം എന്തായിരിക്കും? ആ റിസ്കിൽ, ആ നഷ്ടത്തിൽ നിങ്ങൾ പങ്കു ചേരുമോ? എങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ കിട്ടുന്ന ലാഭത്തിനും അർഹതയുണ്ട്. ഇതാണ് ഖിറാൾ എന്ന് പറയുക. അഥവാ ഒരു ഭാഗത്ത് നിന്ന് മൂലധനവും വേറൊരു കക്ഷി, അയാൾക്ക് അധ്വാനിക്കാൻ അറിയൂ, കാശ് കയ്യിലില്ല, അയാളുടെ അധ്വാനവും കൂടി ചേരുമ്പോഴാണ് ലാഭം ഉണ്ടാകുന്നത്. ഇങ്ങനെ ലാഭം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആ ലാഭത്തിന് അർഹനാകുന്ന ആൾക്ക്, അഥവാ നഷ്ടമാണ് ഉണ്ടാകുന്നതെങ്കിൽ നഷ്ടവും സഹിക്കാൻ ഞാൻ റെഡിയാണെന്ന് സ്റ്റാർട്ടിങ്ങിൽ എഗ്രിമെൻ്റ് ആവണം. അങ്ങനെ എഗ്രിമെൻ്റ് ആണെങ്കിൽ ഓക്കെയാണ്, അല്ലെങ്കിൽ അതപ്പോൾ മുളാറബ എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒറ്റ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. അവിടെ ഒരാൾക്ക് അധ്വാനം മാത്രമേ ഉള്ളൂ, മറ്റേയാൾക്ക് പണം, മൂലധനം. ലാഭം എത്രയായിട്ടാണ് വിഭജിക്കുക എന്നത് സ്റ്റാർട്ടിങ്ങിൽ എഗ്രിമെൻ്റ് ആവണം. ആ എത്ര ശതമാനം എന്നാണ്, കിട്ടുന്ന ലാഭത്തിന് ഇത്ര ശതമാനം എന്നാണ് ഫിക്സ് ആകേണ്ടത്. അല്ലാതെ മുടക്കിയ മൂലധനത്തിൻ്റെ ഇത്ര ശതമാനം എന്നാകാൻ പാടില്ല. ഫിക്സഡ് എമൗണ്ടും ആകാൻ പാടില്ല, നിർണിത സംഖ്യയാകാൻ പാടില്ല, ഇറക്കിയ മൂലധനത്തിൻ്റെ ഇത്ര പെർസെൻറ്റേജ് എന്നും ആകാൻ പാടില്ല. എന്നാൽ നിർബന്ധമായും ലാഭമുണ്ടായാൽ ഓരോ കക്ഷിക്കും എത്ര ശതമാനമാണ് ലാഭം എന്ന കാര്യം സ്റ്റാർട്ടിങ്ങിൽ തന്നെ കരാറിലാവണം. നഷ്ടം സംഭവിച്ചാൽ അധ്വാനിക്കുന്നവൻ്റെ അധ്വാനം നഷ്ടം, കാശ് മുടക്കിയവൻ്റെ കാശ് നഷ്ടം. ഇതാണ് മുളാറബ.